താനൂർ കസ്റ്റഡി കൊലപാതക കേസിൽ CBI അന്വേഷണം തുടരുകയാണ്. കൂടുതൽ അറസ്റ്റ് ഉടനുണ്ടാകുമെന്നതാണ് സൂചന. അറസ്റ്റിലായ 4 പോലീസുകാരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനുള്ള അപേക്ഷ CBI നാളെ കോടതിയിൽ സമർപ്പിക്കും. പ്രതികളുടെ മർദ്ദനത്തിലാണ് താമർ ജിഫ്രി കൊല്ലപ്പെട്ടതെന്നാണ് CBI റിമാൻഡ് റിപ്പോർട്ട്. മുബഷീർ പി അക്ബർ. മുബഷീർ, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ? നികേഷ് കുമാർ, നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയ ഘട്ടത്തിൽ കണ്ടെത്തിയ ആ ഒരു ഫൈൻഡിങ്സ് ഒക്കെ തന്നെയാണ് CBIയുടെ അന്വേഷണത്തിൽ സ്വാഭാവികമായിട്ടും അവരും തിരിച്ചറിഞ്ഞിരുന്നത്. ഇത്തരത്തിൽ താനൂർ ദേവധാർ പാലത്തിന്റെ താഴെ നിന്നല്ല, മറിച്ച് ചേളാരി ആലുങ്ങലിലെ വാടകമുറിയിൽ നിന്നാണ് ഈ ഒരു 12 അംഗ സംഘത്തെ ഈ ഒരു ഡാൻസ് ഓഫ് സംഘം കസ്റ്റഡിയിലെടുത്തതെന്ന് ഇത്തരത്തിൽ CBI സംഘം മനസ്സിലാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉൾപ്പെടെ എത്തി കെട്ടിട ഉടമയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്തായാലും ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചേളാരി ആലുങ്ങലിലെ വാടകമുറിയിൽ നിന്നും താനൂർ പോലീസ് ക്വാർട്ടേഴ്സിൽ എത്തിച്ച് ഇവിടെ വെച്ചാണ് ഇത്തരത്തിൽ താമർ ജിഫ്രി ഉൾപ്പെടുന്ന സംഘത്തെ ഇവർ മർദ്ദിക്കുന്നത്. ഇതിൽ താമർ ജിഫ്രിയെ കേന്ദ്രീകരിച്ചായിരുന്നു ഏറ്റവും അധികം മർദ്ദനമുണ്ടായതെന്നും CBI കണ്ടെത്തിയിട്ടുണ്ട്. താമർ ജിഫ്രി പല ഘട്ടങ്ങളിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് മറിച്ചെന്തോ പറഞ്ഞത് ഇവരെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ തുടർച്ചയായി മർദ്ദനമുണ്ടായ ഒരു സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് വിശദമായ മൊഴിയിലൂടെ CBI കണ്ടെത്തിയിരിക്കുന്നത്. താമർ ജിഫ്രിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ പിന്നീട് ഈ ഒരു താനൂർ പോലീസ് ഇവരെ വിട്ടയച്ചിരുന്നു. ഇവരുടെ വിശദമായ മൊഴി ഉൾപ്പെടെ CBI സംഘം രേഖപ്പെടുത്തിയിരുന്നു. ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. എന്തായാലും കേസ് അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സാഹചര്യത്തിൽ തുടരന്വേഷണത്തിൽ ഇനി ഉന്നത ഉദ്യോഗസ്ഥരുടെ പങ്കിനെ കുറിച്ച് CBI അന്വേഷിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. കഴിഞ്ഞ ദിവസം കുടുംബം ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയത്, ഇക്കാര്യത്തിൽ ഡാൻസ് ഓഫ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയത് ഉന്നത ഉദ്യോഗസ്ഥരായിരിക്കും, അതുകൊണ്ട് തന്നെ അവരുടെ പങ്കിനെ കുറിച്ചും അന്വേഷിക്കും CBI എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ എന്നുള്ളതായിരുന്നു മരിച്ച താമർ ജിഫ്രിയുടെ സഹോദരൻ ഹാരിസ് ജിഫ്രി വ്യക്തമാക്കിയിരുന്നത്. സ്വാഭാവികമായും അന്വേഷണത്തിന് ആദ്യഘട്ടമെത്തിയ സമയത്ത് കുടുംബത്തിന് അത്തരമൊരു വാക്ക് CBI ഉദ്യോഗസ്ഥർ നൽകിയിരുന്നതായും കുടുംബം വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ സമ്മർദ്ദങ്ങൾക്കൊന്നും തന്നെ കീഴ്പ്പെടാതെ ആ നിലയിലുള്ള അന്വേഷണവുമായി CBI ഉദ്യോഗസ്ഥർ മുന്നോട്ട് പോകുന്ന പ്രതീക്ഷയുണ്ടെന്ന് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. വിശേഷിച്ചും ഡാൻസ് ഓഫ് എന്ന് പറയുന്ന സംഘം മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിന് കീഴിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പോലീസിന്റെ കൂട്ടായ്മയായിരുന്നു. അവരിൽപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇത്തരത്തിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തത്. കൂടാതെ ഇവർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയതിന് പിന്നിൽ SP ആയിരുന്ന സുജിത് ദാസ് ഉണ്ടായിരുന്നു. ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ ഈ നിലയിൽ ഈ ഒരു താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എത്തിച്ചത് താനൂർ DYSP ഉൾപ്പെടുന്ന ഉന്നത പോലീസ് സംഘമാണെന്ന കണ്ടെത്തൽ ഉൾപ്പെടെ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിലുണ്ടായിരുന്നു. ഈ നിലയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ CBIയും മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് നമ്മളും തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ ഉന്നതരിലേക്ക് അന്വേഷണം എത്താൻ പാകത്തിലുള്ള തെളിവുകളൊക്കെ തന്നെ CBI ശേഖരിച്ചിട്ടുണ്ട്. ഇനി അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നോക്കിക്കാണേണ്ടത്. നികേഷ് കുമാർ.